നല്ല ചൂട് മുരുമുരാന്നുള്ള പപ്പടം കിട്ടിയാൽ ഒരു സമയത്ത് എത്ര എണ്ണം കഴിക്കും? 8 എണ്ണം വരെ കഴിക്കുന്ന കൊച്ചുകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്നാൽ പപ്പടം ഒരു സമയത്ത് ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. തുടർച്ചയായിട്ട് പപ്പടം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം പറഞ്ഞുതരാം. പപ്പടം യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് ഉഴുന്നുമാവ്, അതിനകത്ത് കുറച്ച് സോഡാപ്പൊടി, കുറച്ച് ഉപ്പ് ഈ ചേർത്തിട്ടുള്ള കോമ്പിനേഷനാണ് ഉണ്ടാക്കി വരുന്നത്. ഈ ഒരു കോമ്പിനേഷനകത്ത് ഉഴുന്നിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രോട്ടീൻ ബെനിഫിറ്റ്സ് മുമ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഉഴുന്നുമാവിനൊക്കെ ഇപ്പോൾ വില കൂടിയതുകൊണ്ട് ഉഴുന്നിന് പകരം മൈദമാവ് ഉപയോഗിച്ചാണ് ഇപ്പോൾ പപ്പടം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പപ്പടം പ്രത്യേകിച്ച് മൈദമാവും സോഡാപ്പൊടിയും അതോടൊപ്പം എണ്ണയിൽ ഈ ഒരു കോമ്പിനേഷൻ ഉപ്പും ചേർത്തുണ്ടാക്കുന്നത് കൂടുതൽ അളവ് ചെല്ലുന്നത് ശരീരത്തിന് ഗുണകരമല്ല. ഇത് അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പൊളിച്ചു തീട്ടൽ പോലുള്ള പ്രോബ്ലംസും കൂടാതെ ഈ മൈദമാവിന്റെയും എണ്ണയുടെയും കോമ്പിനേഷൻ ഉയർന്ന കാലറി ഉള്ളിലെത്തുന്നതിന് കാരണമാകും. ഇവിടം കൊണ്ടും തീരുന്നില്ല. സോഡിയം ബെൻസോയേറ്റ് എന്ന് വിളിക്കുന്ന ഒരിനം രാസവസ്തു ഈ പപ്പടത്തിന്റെ ഷെൽഫ് ലൈഫ് കൂടാനായിട്ട്, അതായത് പപ്പടം മേടിച്ചു വെച്ചാൽ ഇന്ന് 2 ആഴ്ച ആയാലും കേടാവത്തില്ല. കാരണം അതിനകത്ത്